പേജ് നമ്പർ 106. നഖ്റഉ വനുലാഹിളു. നമുക്ക് വായിക്കാം, നിരീക്ഷിക്കാം. കാന റജുലുൻ യഈശു ഫീ ഖറിയത്തിൻ. ഒരു ഗ്രാമത്തിൽ ഒരാൾ ജീവിച്ചിരുന്നു. കാന റജുലുൻ യഈശു, ഒരാൾ ജീവിച്ചിരുന്നു, ഫീ ഖറിയ, ഒരു ഗ്രാമത്തിൽ. ദാത്ത യൗമിൻ, ഒരു ദിവസം. അറാദ അൻ യുസാഫിറ, അദ്ദേഹം യാത്ര പോകാൻ തീരുമാനിച്ചു. ഇലാ മക്കാനിൻ ബഈദിൻ, ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക്. ബഈദിൻ മീൻസ് വിദൂരമായ. ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ. സുറത്തു മിന ദഹബി ഫീ ബൈതിഹി. ഇൻദഹു സുറത്തു മിന ദഹബി ഫീ ബൈതിഹി, അദ്ദേഹത്തിന്റെ അടുക്കൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു സ്വർണക്കിഴി ഉണ്ട്. സുറത്തുൻ മിന ദഹബി, സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ പണക്കിഴി വീട്ടിലുണ്ട്. ലാക്കിന്നൽ ബൈത്ത ഖരിബുൻ, എന്നാൽ വീട് അടച്ചുറപ്പില്ലാത്തതാണ്. ലാക്കിന്ന, പക്ഷേ, അൽ ബൈത്ത, വീട്, ഖരിബുൻ, കേടുവന്നതാണ്. ഔദ അർ റജുലു, അതുകൊണ്ട് ഔദ അർ റജുലു, അയാൾ ഏൽപ്പിച്ചു. അസുറത്ത, പണക്കിഴി. ഇലാ ജാരിഹി ഫുആദിൻ, തൻ്റെ അയൽവാസിയായ ഫുആദിനെ ഏൽപ്പിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഫുആദിനെ പണക്കിഴി ഏൽപ്പിച്ച ഒരാൾ. അതാണ് ഈ കാര്യം. ഇന്ന ഫുആദൻ ഷാബുൻ അമീനുൻ, തീർച്ചയായും ഫുആദ് സത്യസന്ധനായ ഒരു യുവാവാണ്. ഇന്ന, തീർച്ചയായും, ഫുആദൻ, ഫുആദ്, ഷാബുൻ, ഒരു യുവാവാണ്, അമീനുൻ, സത്യസന്ധനായ. ഫസാഫറ മുർത്താഹൻ, അങ്ങനെ അദ്ദേഹം സമാധാനത്തോടെ യാത്ര പോയി, പണക്കിഴി സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചതുകൊണ്ട്. ഇനി ഇവിടെ ലാക്കിന്നൽ ബൈത്ത ഖരിബുൻ, ഇന്ന ഫുആദൻ ഷാബുൻ അമീൻ, ഈ ജുംലകൾ നോക്കൂ. ഇതിലുള്ള ആദ്യത്തെ വാക്ക് ലാക്കിന്ന, ഇന്ന, ഈ വാക്കുകൾ ഇന്നയുടെ സഹോദരിമാർ എന്നറിയപ്പെടുന്ന വാക്കുകളാണ്. അതായത് ഇവ ഹർഫുകളാണ്. ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്തല, അല്ല എന്നീ 6 ഹർഫുകളിൽപ്പെട്ട 2 എണ്ണമാണ് ഇന്നയും ലാക്കിന്നയും. ഇവ അറിയപ്പെടുന്നത് അഹവാത്തു ഇന്ന, ഇന്നയുടെ സഹോദരിമാർ എന്നാണ്. ഇന്നയുടെ സഹോദരിമാരുടെ പ്രത്യേകത എന്താണ്? മുബത്തദയിന്റെയും ഖബറിന്റെയും മുമ്പിലാണ് ഇവ വരിക. നമ്മൾ കാനാവ അഹവാത്തുഹ പഠിച്ചിരുന്നു അല്ലേ? അതേപോലെ തന്നെ അവയും മുബത്തദയിന്റെയും ഖബറിന്റെയും മുമ്പിലാണ് വരിക. ഇവയും അങ്ങനെ തന്നെ. മുബത്തദയിന്റെയും ഖബറിന്റെയും മുമ്പിൽ വന്നാൽ ആ മുബത്തദയിനും ഖബറിനും ചെറിയ മാറ്റങ്ങൾ വരും. എന്തൊക്കെയാണ് ആ മാറ്റം എന്ന് നോക്കാം. ഇവിടെ ഇന്ന ഫുആദൻ ഷാബുൻ അമീനുൻ എന്ന സെന്റൻസിൽ ഇന്ന എന്ന വാക്ക് ഒഴിവാക്കിയിട്ടൊന്ന് വായിച്ചു നോക്കൂ. ഫുആദുൻ ഷാബുൻ അമീനുൻ എന്നാണ് വായിക്കാൻ പറ്റുക. അപ്പോൾ ഫുആദുൻ എന്നത് മുബ്തദ ആണ്, ഷാബുൻ എന്നത് ഖബറാണ്. ഫുആദ് ഒരു യുവാവാണ് എന്ന് പറയുന്നത്. ഇന്ന വന്നപ്പോൾ ഫുആദുൻ എന്നത് മുബ്തദ എന്ന പേര് മാറിയിട്ട് ഇസ്മു ഇന്ന, അല്ലെങ്കിൽ ഇന്നയുടെ ഇസ്മു എന്നാകും. അപ്പോൾ ഇന്നയുടെ ഇസ്മിന്റെ ഏറാബ് നസ്ബാണ്. ഏറാബ് നസ്ബാണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അതുകൊണ്ടാണ് ഇന്ന ഫുആദൻ എന്ന് പറഞ്ഞത്. പിന്നെ ഷാബുൻ എന്നത് ഇന്നയുടെ ഖബറാണ്. ഇന്നയുടെ ഖബറിന്റെ ഏറാബ് റഫ് ആണ്. ഏറാബ് റഫ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ലമ്മ നൽകണം. അതുകൊണ്ടാണ് ഇന്ന ഫുആദൻ ഷാബുൻ എന്ന് പറഞ്ഞത്. ഇനി ഇന്ന വന്നില്ല എങ്കിൽ ഫുആദുൻ ഷാബുൻ എന്നാണ് പറയുക. അപ്പോൾ ഫുആദ് മുബ്തദ ആണ്, ഷാബുൻ ഖബറാണ്. മുബ്തദന്റെയും ഖബറിന്റെയും ഏറാബ് റഫ് ആണ്. അതുകൊണ്ടാണ് ഷാബുൻ ഫുആദുൻ ഷാബുൻ എന്ന് പറഞ്ഞത്. രണ്ടിന്റെയും അവസാനത്തെ അക്ഷരത്തിന് ലമ്മ നൽകിക്കൊണ്ട്. എന്നാൽ ഇന്ന വന്നപ്പോൾ മുബ്തദയുടെ പേര് മാറി ഇസ്മു ഇന്ന, ഇന്നയുടെ ഇസ്മു എന്നായി. ഇന്നയുടെ ഇസ്മിന്റെ ഇറാബ് നസ്ബാണ്. അതുകൊണ്ട് ഫുആദുൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഫുആദൻ എന്ന് തന്നെ പറയണം. ഇന്നയുടെ ശേഷം ഉള്ള വാക്ക് ഇന്നയുടെ ഇസ്മാണ്, അതിന്റെ ഇറാബ് നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. ഇന്ന ഫുആദൻ. പിന്നെ അതിന് ശേഷമുള്ള വാക്ക് ഇന്നയുടെ ഖബറാണ്. ഖബർ എന്ന പേര് മാറിയിട്ട് ഇന്നയുടെ ഖബർ എന്നാകും. ഇന്നയുടെ ഖബറിന്റെ ഇറാബ് റഫ് ആണ്. അതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ്. ഷാബുൻ. ഇന്ന ഫുആദൻ ഷാബുൻ, ഫുആദ് ഒരു യുവാവാണ്, അമീനുൻ, സത്യസന്ധനായ. അതേപോലെ ലാക്കിന്ന, ലാക്കിന്നയും ഇന്ന, അന്ന, കന്ന, ആ മുഴുവൻ വാക്കുകളും ഇതേ രൂപത്തിലാണ് പ്രവർത്തിക്കുക. ലാക്കിന്നൽ ബൈത്ത, അൽ ബൈത്ത് എന്നത് ലാക്കിന്നയുടെ ഇസ്മാണ്. ലാക്കിന്നയുടെ ഇസ്മിന്റെ ഇറാബ്
നസ്ബ്, അതുകൊണ്ട് അൽ ബൈത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകി. പിന്നെ ഹരിബുൻ എന്നത് ലാക്കിന്നയുടെ ഖബർ, ലാക്കിന്നയുടെ ഖബറിന്റെ ഇറാബ് റഫ്അ, അതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ നൽകി. അതേപോലെ ഇവിടെ നമ്മൾ പൂരിപ്പിക്കണം. ഇവിടെ നോക്കൂ, അൽ മുദരിസ ഖബീഹുൻ മോശമായ, അൽ വർദത്ത് മുതഅഖിറുൻ ലേറ്റ്, ത്വാലിഉൻ ഉദിച്ചത്, അൽ ബഹർ കടൽ. ഈ വാക്കുകൾ ഇവിടെ പൂരിപ്പിക്കണം. ഇന്നൽ ഖമറ തീർച്ചയായും ചന്ദ്രൻ, ത്വാലിഉൻ ഉദിച്ചതാണ്. ഖമർ ഇന്നയുടെ ഇസ്മാണ്, ത്വാലിഉൻ ഇന്നയുടെ ഖബറാണ്. ഇന്നയുടെ ഇസ്മിന്റെ ഇറാബ് നസ്ബ്, അതുകൊണ്ട് ഖമറിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകി. ത്വാലിഉൻ എന്നത് ഇന്നയുടെ ഖബർ, ഇന്നയുടെ ഖബറിന്റെ ഇറാബ് റഫ്അ, അതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ നൽകി. അതേപോലെ മറ്റുള്ളവയും പൂരിപ്പിക്കുക. അൽ ജൂദു ഹസനുൻ ഔദാര്യം നല്ലതാണ്. ലാക്കിന്നൽ ബുഖല എന്നാൽ പിശുക്ക്, ഖബീഹുൻ മോശമാണ്. അൽ ബുഖല ലാക്കിന്നൽ ബുഖല, ബുഖല് ലാക്കിന്നയുടെ ഇസ്മാണ്, ഖബീഹുൻ ലാക്കിന്നയുടെ ഖബർ. ഇന്നൽ വർദത്ത റാബിലത്തുൻ തീർച്ചയായും റോസ് വാടിയതാണ്. അൽ വർദത്ത് ഇന്നയുടെ ഇസ്മ്, റാബിലത്തുൻ ഇന്നയുടെ ഖബർ. ഹലറത്തുല്ലാബു കുട്ടികൾ വിദ്യാർത്ഥികൾ എത്തി. ലാക്കിന്നൽ മുദരിസ ഗായിബുൻ എന്നാൽ അധ്യാപകൻ ഗായിബാണ്, എത്തിയില്ല. ലാക്കിന്നൽ മുദരിസ ഗായിബുൻ. പിന്നെ ഇന്നൽ ബഹറ ഹായിജുൻ തീർച്ചയായും കടൽ ഇളകി മറിയുന്നതാണ്. ഇന്നൽ ബഹറ അൽ ബഹറാണ് ഇന്നയുടെ ഇസ്മ്, ഹായിജുൻ ഇന്നയുടെ ഖബർ. വസലൽ മുസാഫിർ ഇലൽ മഹത്വത്തി യാത്രക്കാരൻ സ്റ്റേഷനിലെത്തി. മഹത്വത്ത് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. ലാക്കിന്നൽ ഖിത്വാറ മുതഅഖിറുൻ എന്നാൽ ട്രെയിൻ ലേറ്റ് ആണ്. ലാക്കിന്നൽ ഖിത്വാറ മുതഅഖിറുൻ, അൽ ഖിത്താർ ലാക്കിന്നയുടെ ഇസ്മ്, മുതഅഖിറുൻ ലാക്കിന്നയുടെ ഖബർ. ഇനി നഖറഉൽ ഫിക്രത്ത മേലെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് വനുഅദ്ദുൽ ഹിവാറ സംഭാഷണം തയ്യാറാക്കണം. ബൈന ഫുആദിൻ വറജുലിൻ മുസിന്നിൻ ഫുആദിനും ആ പ്രായമുള്ള വ്യക്തിക്കും ഇടയിൽ നടന്ന സംഭാഷണം. പഅദ യാത്രയ്ക്ക് ശേഷം. അയാളുടെ യാത്ര പോയി വന്നപ്പോൾ ഫുആദിനെ കണ്ടു. അവർ തമ്മിൽ നടന്ന സംഭാഷണമാണ്. റജുലു അസ്സലാമു അലൈക്കും, ഫുആദ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്തോ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം റജുല് പറയുന്നത് കൈ ഖബല യൗമൈനി എന്നാണ്, 2 ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? താങ്കൾ എപ്പോഴാണ് എത്തിയത് അല്ലെ? എത്തി എന്നതിന് വസല. മത്താ വസൽത്ത താങ്കൾ എപ്പോൾ എത്തി? റജുല് ഖബല യൗമൈനി 2 ദിവസങ്ങൾക്ക് മുമ്പ്. പിന്നത്തെ ചോദ്യം പൂരിപ്പിക്കണം. ഉത്തരം നോക്കൂ. കാനത്ത് രഹലത്തു മുരിയഹത്തൻ യാത്ര സുഖകരമായിരുന്നു. മുരിയഹത്ത് സുഖകരം, യാത്ര നല്ലതായിരുന്നു. ചോദ്യം എന്തായിരിക്കും? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൈഫ കാനത്ത് രഹലത്തു എന്ന് ചോദിക്കാം. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? കാനത്ത് രഹലത്തു മുരിയഹത്തിന് യാത്ര സുഖകരമായിരുന്നു. പിന്നെ ഫുആദ് ആ പണക്കിഴി തിരിച്ചു കൊടുക്കുകയാണ് അല്ലെ. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ട് വേണം കൊടുക്കാൻ. അങ്ങനെ ഫുആദ് തഫല്ലൽ ഹാദിഹി ഹിയ സുറത്തുക, ഇതാ താങ്കളുടെ പണക്കിഴി. അപ്പോൾ റജുല് ശുക്രൻ, താങ്ക്സ്. ഫുആദ് അഫ്വൻ. ഓക്കെ.